പി ജയചന്ദ്രൻ പറഞ്ഞിരുന്നു, ഒരുപക്ഷെ മലയാള സിനിമയിൽ അല്ലെങ്കിൽ മലയാള പിന്നണി ലോകത്ത് ഏറ്റവും ഭാഗ്യവാനായ ഗായകൻ യേശുദാസാണ്. ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമ യേശുദാസിനൊപ്പം വളർന്നുവെന്ന് പി ജയചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലപ്പുറം ആ കാലഘട്ടത്തിൽ തന്നെ യേശുദാസിനെ പോലെ തന്നെ മലയാള സിനിമയിൽ സിനിമാ പിന്നണി ലോകത്ത് അതേ തലപ്പൊക്കത്തോടു കൂടി കഴിയാൻ പി ജയചന്ദ്രന് സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും ചോദിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ എപ്പോഴും യേശുദാസിനെ എപ്പോഴും പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ച പി ജയചന്ദ്രനെ മാത്രമേ നമുക്കറിയുള്ളൂ. ചില ഗാനങ്ങൾ, ഹിമവാഹിനി പോലെയുള്ള ഗാനങ്ങൾ അല്ലെങ്കിൽ താമസം എന്തേ എന്നുള്ള ഗാനങ്ങൾ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു കൊതിയുണ്ട് എന്ന് പറഞ്ഞൊരു പി ജയചന്ദ്രനെ നമുക്കറിയാം. അദ്ദേഹം തന്നെ പറയാറുണ്ട്, താമസമെന്തേ വരുക എന്ന് പറയുന്ന പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം ഭാർഗവി നിലയം എത്രയോ തവണ 10-20 തവണ പോയി കണ്ട ഒരു കഥയൊക്കെ അദ്ദേഹം പറയാറുണ്ട്. യേശുദാസും ജയചന്ദ്രനും ഒരു മ്യൂച്വൽ അഡ്മിറേഷൻ ഉള്ളതായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ യേശുദാസിനെയൊക്കെ പലവരും വിമർശിക്കുന്ന സമയത്ത്, അതായത് ജയചന്ദ്രനെ സുഖിപ്പിക്കാൻ വേണ്ടി പലരും വിമർശിക്കും. ആ സമയത്ത് പെട്ടെന്ന് ഇവരോട് വളരെ ക്രുദ്ധനായിട്ട് പൊട്ടിത്തെറിക്കുന്ന ജയേട്ടൻ, നിങ്ങൾക്ക് യേശുദാസ് ആവാൻ പറ്റുമോ, അതുമായി ഒരു പാട്ട് പാടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരു ജയേട്ടനെയും ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് ഈ രണ്ട് സമാന്തരമായിട്ടുള്ള സംഗീത സരണികൾ കിട്ടിയെന്നുള്ളൊരു ഭാഗ്യമായിട്ടാണ്. ഒരു ഭാഗത്ത് യേശുദാസ്, ഒരു ഭാഗത്ത് ജയചന്ദ്രൻ. പാടിയ പാട്ടുകൾ എണ്ണത്തിൽ കുറവാണ്, നമുക്കറിയാം. യേശുദാസ് പാടിയ അത്രയൊന്നും പാടിയിട്ടില്ല. പക്ഷേ ഈ പാട്ടുകളിൽ ഭൂരിഭാഗവും ജനകീയമായിരുന്നു. അതൊരു അത്ഭുതമാണ്. കാരണം ഒരു ഗായകൻ പാടിയ പാട്ടുകളിൽ ഒരു 90% ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതൊരു ഭാഗ്യമാണ്. അതിനെനിക്ക് തോന്നുന്ന ഓരോ പാട്ടിനും അദ്ദേഹം കൊടുത്തിട്ടുള്ളൊരു ഭാവസ്പർശമാണ്. അത് ആ പാട്ടിൻ്റെ വരികളുടെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ അലിഞ്ഞു ചേരുന്ന ഒരു രീതിയാണ് ജയേട്ടൻ്റേത്. പാട്ടുകൾ ഇപ്പോൾ അദ്ദേഹം കേൾക്കുന്ന മുഹമ്മദ് റാഫിയുടെയും സുശീലാമ്മയുടെയൊക്കെ പാട്ടുകളാണ്. പക്ഷെ അതുപോലും അദ്ദേഹത്തിൻ്റെ ആലാപനത്തിൽ സ്വാധീനമായിട്ടില്ല. അത് പക്കാ ജയചന്ദ്രൻ ശൈലിയാണ്. ജയചന്ദ്രന് മാത്രം പാടി വലിപ്പിക്കാൻ കഴിയുന്ന ഒരു ശൈലി. ഇപ്പോൾ കരിമുകിൽ കാട്ടിലെ ആയാലും, സന്ധിക്കെന്തിന് സിന്ദൂരായാലും, അനുരാഗാനം പോലെ, നിൻമണിയറിയിലെ നിർമ്മല ശൈലിയിലെ ഈ പാട്ടുകളിലൊക്കെ ഒരു ജയചന്ദ്രൻ ടച്ചുണ്ട്. അതാർക്കും അനുകരിക്കാൻ പറ്റില്ല. അനുകരിച്ച് പാടുന്നവർക്കൊന്നും ഒരിക്കലും ജയചന്ദ്രൻ്റെ മറ്റു പല ഗായകരെയും അനുകരിച്ച് പാടുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ജയചന്ദ്രൻ്റെ പാട്ട് അനുകരിച്ചുകൊണ്ട് അതേപോലെ പാടാൻ കഴിയുന്ന ആരെയും കണ്ടിട്ടില്ല. അതൊരു ഗായകൻ്റെ ഒരു ഇൻഡിവിജ്വാലിറ്റി തന്നെയാണ്.